കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ആ കുഞ്ഞിക്കാലുമല്ല ആ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന പട്ട് പച്ച ചുവത്തിന് നമ്മൾ പച്ചക്കരയായിട്ട് അതിന് നമ്മൾ കസവോട് കൂടിയുള്ള ഒരു ചുവന്നപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരയിൽ കിങ്ങിണി കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, പിന്നെ ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു കലപ്പ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ബലരാമസ്വാമി കേട്ടോ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. വലത്തെ കയ്യിലൊരു കലപ്പ തോളോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കലപ്പ. ഇടത്തെ കയ്യിൽ കുറച്ച് പൂക്കളും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാന്ന് നിൽക്കണത്. അങ്ങനെ ബലരാമസ്വാമി കുറച്ച് പൂക്കൾ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ ഒരു കലപ്പയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ചെവിയിൽ ചെവി പൂക്കള്, നെറ്റിമിൽ സ്വർണ്ണഗോപി, കളഭം കൊണ്ടെങ്കിൽ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ബലരാമസ്വാമിയുടെ വലിയൊരാളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അടിത്തൊട്ട് മുടി വരെ ഒരേ അനുപാതത്തിൽ നല്ല ഭംഗിയായിട്ടുള്ള ബലരാമസ്വാമിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. നല്ല പുഞ്ചിരി. ആ പൂവാർക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കണ പോലെ ഇടത്തെ കയ്യിൽ ഒരു ഒരു പിടി പൂവുണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നല്ല കൗതുകത്തില് നല്ല ഭംഗിയായിട്ട് ചാർത്തിയുണ്ട്. ആ ചുവന്നപ്പട്ട കൊടുത്ത് കാണാൻ നല്ല കൗതുകമുണ്ട്. നല്ല ആളത്തെ നല്ലൊരു ബലരാമൻ സ്വാമിയായിട്ട് തന്നെയാണ് നിൽക്കണം പൊന്നുണ്ണി കണ്ണൻ. നല്ല ഭംഗിയിൽ നല്ല പുഞ്ചിരിയോട് കൂടി. തിരുമുടിമാലകൾ രണ്ടെണ്ണമാണ് ചാർത്തിക്കുന്നത്. തുളസിപ്പൂവും വെളുത്തപ്പൂവായിട്ടുള്ള തിരുമുടിമാല, പിന്നെ തെച്ചിയും തുളസിയും വെളുത്തപ്പൂവും കൂടിയുള്ള തിരുമുടിമാല. അങ്ങനെ 2 തിരുമുടിമാലകൾ. ഉണ്ടമാല അതുപോലെ നല്ല ഭംഗിയുണ്ട്. വെളുത്ത പൂക്കൾ ധാരാളം, ഇടയിൽ തെച്ചിയും തുളസിയും കുറേശ്ശെ, പിന്നെയും വെളുത്ത പൂക്കൾ ധാരാളം. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ട്. ആ ഉണ്ടമാല കാണാൻ നല്ല ഭംഗിയാട്ടോ ബലരാമസ്വാമിയുടെ. നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ആ ബലരാമസ്വാമിയുടെ ഏട്ടനായിട്ട് നിൽക്കണത് കേട്ടോ. അതുപോലെ ഈ തിരുമുടിമാലകളുടെ പോലെ വിധാനമായിട്ട് 2-4 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമര തുളസിയായിട്ട് തന്നെയാണ് 2-4 ഒരേപോലത്തെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ട്. അതും നല്ല കൗതുകം. ബലരാമസ്വാമിയുടെ അന്ന് ഇപ്പം ആ കലപ്പ തൊള്ളത്തും പിടിച്ച് ഇടത്തെ കയ്യിൽ കുറച്ച് പൂവും പിടിച്ചിട്ട്, താമരപ്പൂ തന്നെ പിടിച്ചിട്ടാണ് നിൽക്കണ തോന്നുന്നത്. അങ്ങനെ പിടിച്ചിട്ട് നിൽക്കണ ആ ഉണ്ണി ബലരാമസ്വാമിനെ കാണാൻ നല്ല നമ്മുടെ പൊന്നുണ്ണി കണ്ണനാ ബലരാമസ്വാമിയായിട്ട് നിൽക്കണത്. അതൊരു കൗതുകല്ലേ. നല്ല ഭംഗിയായിട്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. പാൽ കാച്ചുവാനേതു മയച്ചിടാതെ ഗോപാലക സ്ത്രീയുടെ മേനി പറ്റി പൊത്തിപ്പിടിച്ചങ്ങു പുറത്തു കയറും പൊയ്ത്താരിൽ മാതിൽ കണവൻ സഹായം. മഹേശ്വരൻ തന്തിനു മുമ്പിൽ നിന്നു യശോദ മുന്നം മടി കാട്ടിയപ്പോൾ മടിച്ചിടാതീശൻ അവൾക്കെറിഞ്ഞു കൊടുത്തൊരോണപ്പുടവയ്ക്കു കൂപ്പാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ണെന്ന് ബലരാമേട്ടനായിട്ടാണ് നിൽക്കണത്. ആ ചുവന്ന പൊട്ടൊക്കെ ചുവന്നെടുത്ത് നല്ല ഭംഗിയായിട്ട് വലിയ ആളായിട്ട് തന്നെയാണ് നിൽക്കണത്. ഏട്ടനോളം വലുതായി ഞാൻ എന്നുള്ള ഭാവത്തിൽ ഏട്ടൻ്റെ വേഷത്തിലാണ് നിൽക്കണത്. കലപ്പൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിലത്തെ പൂവ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല സന്തോഷമായിട്ട് നിൽക്കണം ആ ബലരാമസ്വാമി നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ. നല്ല കൗതുകത്തിൽ ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം. ആ തൃപ്പാദം 2 മുറുകെ പിടിച്ച് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി, ആ ബലരാമസ്വാമിയുടെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. കൈവെടിയതേ ഞങ്ങളെ, അനുഗ്രഹിക്കണേ ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടും ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.